ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറെ നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിലധികമായിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചിലവരൊക്കെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ അവസാനം ഞാൻ സിംഗും കൂടെ അടുത്ത് എത്തേണ്ടി വന്ന് വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയോ? ഇന്ന് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം. അതാദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എന്റെ ചാനല് പേരൊക്കെ മറന്ന് കാണും ചിലപ്പോ, സനുജ മണികണ്ഠൻ എന്ന ചാനലിന്റെ പേര്. അപ്പൊ ആ ചാനലില് ഞാൻ ആദ്യമായിട്ട് സിംഗോമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് സിംഗിൾ ബോബൻ എന്ന യൂട്യൂബർ തന്നെയാണ് കേട്ടോ. എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മേനെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ഒരുപാട് കാണണം എന്ന് ആഗ്രഹിച്ച് കണ്ടിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അമ്മയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി അങ്ങനെ അമ്മയുടെ ഒരു ആരാധിക എന്ന് തന്നെ പറയാം, അമ്മയുടെ ഒരു ഫാനായിട്ടുള്ള നബീസ്ത എന്ന് പറഞ്ഞ ഒരു താത്ത എന്റെ ലൈവില് അങ്ങനെയാണ് വന്നത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ ലൈവിലൂടെയാണ് ഞങ്ങൾ പരിചയമായത്. അമ്മയുടെ ചാനലിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ എന്റെ ചാനലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ആ നബീസ്തയുടെ മോളുടെ കല്യാണത്തിന് എന്നെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നബീസ്ത. ആദ്യം തന്നെ നബീസ്തയുടെ അടുത്ത് ഒരുപാട് സന്തോഷം അറിയിക്കുക. ഞങ്ങളെന്നെ അപ്പൊ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് ഞാനും സിംഗോമ്മയും കൂടിയിട്ട്, ഞാനും സിംഗോമ്മയും പിന്നെ എന്റെ ഫാമിലി, സിംഗോമ്മയുടെ ഫാമിലി, ബോബൻ അങ്കിളും കൂടിയിട്ട് ഞങ്ങള് കല്യാണത്തിന് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കല്യാണമൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നല്ല കല്യാണമായിരുന്നു. പിന്നെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ. നമുക്ക് ഇത്രയും സ്നേഹം കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് സിംഗോമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മഹാലക്ഷ്മികൾ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അതിലൊരു മഹാലക്ഷ്മിയുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അവരുടെ ഫാമിലിയൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ തന്നെ ഒരാളെന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹം ഞങ്ങൾക്ക് അവിടെ കല്യാണത്തിന് പോയിട്ട് അവരിൽ നിന്ന് കിട്ടി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് സിംഗമ്മയുടെ വീട്ടിൽ പോയി. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് കുറച്ചു നേരം, എന്തായാലും ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഞങ്ങള് സിംഗോമ്മയും ബോബനങ്ങളും ഞാനും ഹസ്ബൻഡും മോളും കൂടി ഞങ്ങൾ അങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയി. അവിടെ പോയിട്ട് ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ചാനലിൽ എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണണം കേട്ടോ. സിംഗിൾ ബോബൻ എന്ന ചാനലിന്റെ പേര്. അപ്പൊ അതിലങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങള്, അതായത് ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡും വൈഫും എങ്ങനെയാണ് വഴക്കിട്ട് കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വേണം. അമ്മയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതിന് നല്ല രീതിയിൽ ആൻസറും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പൊ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ, കാണാത്തവര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവട്ടെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ലുലുവിലൊക്കെ പോയി. അമ്മ ഞങ്ങളെ ലുലുവിലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യാട്ടോ, അമ്മയുടെ വീട്ടിൽ പോയി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അമ്പലത്തിൽ പോയ പോലെ നമ്മുടെ മനസ്സ് പോസിറ്റീവ്. നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോവാ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോണത് ഒരു പോസിറ്റീവായിട്ട്, നമ്മൾ മൂഡ് ഓഫ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സന്തോഷമില്ലാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് കുറെ പരാതി പറയും, പരിഭവങ്ങൾ പറയും. അപ്പൊ അങ്ങനെ ആ ഒരു മൈൻഡ് അപ്സെറ്റ് ആയ സമയത്ത് ചിലപ്പോൾ തോന്നും ഒന്ന് ഭഗവാനെ കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരാം നമുക്ക് തോന്നില്ലേ. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പോകും. പിന്നെ ചിലര് വെറുതെയും അല്ലാതെ പ്രാർത്ഥിക്കാൻ പോകും. മെയിനായിട്ട് നമ്മൾ മൂഡ് ഓഫ് ആയ അടുത്തൊക്കെ അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊന്ന് പോകും ഇല്ലേ. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഭയങ്കര പോസിറ്റീവ് ഒരു വൈബ് കിട്ടും. അതുപോലെ അമ്മയുടെ അടുത്ത് പോയപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ, മക്കളെ ഒരു രക്ഷയില്ല. എനിക്ക് അവിടുത്തെ എന്താ പറയാ, അവിടെ തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹവും കൃഷ്ണന്റെ വിഗ്രഹവും കണ്ടിട്ട് എനിക്ക് അവിടുന്ന് പോരണം എന്ന് സത്യം പറഞ്ഞാൽ തോന്നണില്ല. ഞാൻ അവിടുത്തെ കൃഷ്ണന്റെ വിഗ്രഹം കണ്ടു പറഞ്ഞു. അമ്മ തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹത്തിനോട് ബോംബെ സ്റ്റോറിൽ എവിടെ വെച്ചിട്ട് അമ്മ പറഞ്ഞില്ലേ, അമ്മയുടെ ഒരു വീഡിയോയില് പറയുന്നുണ്ടല്ലോ, ഞാൻ പൈസയൊക്കെ ആയിട്ട് വരാം, പോരാ റെഡി ആയിട്ട് തിന്നു. അതുപോലെ ഞാൻ അമ്മയുടെ അടുത്ത കൃഷ്ണന്റെ വിഗ്രഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കും ഇങ്ങനത്തെ ഒരു കൃഷ്ണനെ വാങ്ങിക്കണം എന്നുണ്ട്, എനിക്കും പൈസയൊക്കെ ഒന്ന് റെഡിയാക്കി തരണം എന്ന് ഞാനും അങ്ങനെ പറഞ്ഞു വിട്ട്. സത്യം പറഞ്ഞ നമുക്ക് അത് വേറൊന്നുമല്ല, അത് കാണുമ്പോ നമുക്ക് അത്രയും ഒരു ശരിക്കും നമ്മൾ ആ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഭയങ്കര ഒരു പോസിറ്റീവ്. ആ വീട് മൊത്തം, അമ്മയുടെ വീട് ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി, നല്ലൊരു നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. നമുക്കൊരു എന്താ പറയാ, അയ്യോ അതായത് ഒരു സെലിബ്രേറ്റഡ് ഒരു വീട് അല്ലേ. നമ്മളെ സംബന്ധിച്ച് അമ്മ ഒരു ഹീറോയിൻ ആണല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അയ്യോ നമുക്ക് വേറൊരു വീട്, അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധു, നമ്മുടെ വീട്ടിലൊരാളുടെ നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണോ അങ്ങനെയാണ് അമ്മ നമ്മളെ സ്വീകരിക്കണേ. അതൊക്കെ ഞാൻ സത്യം പറഞ്ഞ അമ്മേനെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇത്രയും തിരക്കിനിടയിലും
അല്ലെങ്കിൽ അമ്മ 100 ടെൻഷനിലും കാര്യങ്ങളൊക്കെ, ബിസിനസ്സും പിന്നെ എല്ലാ കാര്യങ്ങളും, അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അമ്മയുടേതായിട്ടുള്ള ഓരോ തിരക്കുകൾ. അതിനിടയിലൊക്കെ അമ്മ അങ്ങനെ ഇതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും സന്തോഷത്തോട് കൂടി കൈ നീട്ടി സ്വന്തം മക്കളേനെ അല്ലെങ്കിൽ സ്വന്തം ബന്ധത്തിലുള്ള ബന്ധുക്കളേനൊക്കെ സ്വീകരിക്കുന്ന പോലെ ഒരു മടിയില്ല. അത് എവിടെ കണ്ടാലും എപ്പോഴാണെങ്കിലും അമ്മ നല്ല രീതിയിൽ ഞങ്ങളെന്നെ ട്രീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ എന്താ പറയാ, പിന്നെ എല്ലാം കൊണ്ടും അവിടെ എല്ലാവരും സത്യം പറഞ്ഞാണ്ടല്ലോ, അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എത്ര മൂഡ് ഓഫ് ആയിട്ട് ചെല്ലുകയാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു അനുഭൂതി, അതുപോലെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരാം. ചിലപ്പോ നമുക്ക് ഒരു നിരാശയൊക്കെ ആയിട്ട് ഡിപ്രഷൻ പോലെയൊക്കെ ആയിരിക്കുന്ന സ്റ്റേജിലാണെങ്കിലും അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഏതാളും ഒരു നിമിഷം ഒന്ന് ഉണർന്നിരിക്കും. അങ്ങനെയാണ്, ഉണർന്നു വരും. അപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനത്തെ അമ്മമാരെ കിട്ടുക പറയണത് ഭയങ്കര ലക്കാണ് കേട്ടാ. സത്യം പറഞ്ഞാ ഇതിപ്പോ എന്റെ അമ്മ കാണുമ്പോ അമ്മ നെഗറ്റീവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, പക്ഷെ നല്ല ബോൾഡ്, നമ്മൾ പറയില്ലേ അയൺ ലേഡി എന്നൊക്കെ, കറക്റ്റ് ആണ്. സിങ്കോമ അയൺ ലേഡി തന്നെയാ. അപ്പൊ അങ്ങനത്തെ അമ്മമാരെ കിട്ടുക പറഞ്ഞൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് അമ്മമാരിൽ നിന്ന് സ്നേഹം കിട്ടും, വാത്സല്യം കിട്ടും, പക്ഷെ മോട്ടിവേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ എനിക്ക് തോന്നുന്നു പഴയ എന്റെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് അമ്മമാര് അങ്ങനെ മോട്ടിവേഷൻ അവര് ചില കാര്യങ്ങൾക്കൊക്കെ തരൂട്ടില്ല, അതല്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വേറെ ലെവലാണ്. അപ്പോ സത്യം പറഞ്ഞാൽ അമ്മും അനു രണ്ടുപേരും ലക്കിയാണ്. ശരിക്കും അവർ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാ ഇങ്ങനൊരു അമ്മേനെ കിട്ടിയതില്. അപ്പൊ നല്ലൊരു ദിവസം, എനിക്ക് ആ ദിവസം രാവിലെ ഇവിടുന്ന് ഡ്രസ്സ് മാറി അമ്മയുടെ കൂടെ പോവാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയത് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴേക്കും അയ്യോ വീട്ടിലേക്ക് വരികയാണോ എന്നൊരു ചിന്ത. അത് ഇന്നത്തെ ദിവസം ആ ഒരു ദിവസം തീർന്നതേ അറിഞ്ഞില്ല. അതുപോലെ നല്ലൊരു ദിവസമായിരുന്നു. ഇപ്പതേ ഞങ്ങള് വന്ന് ഫ്രഷായി, ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു, ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ല സന്തോഷമായി കേട്ടോ. അമ്മയുടെ ആ സ്നേഹം കണ്ടിട്ട് പോരാനും തോന്നുന്നില്ല. ഞാൻ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു. അമ്മ ഇവിടെ വന്നൊരു ദിവസം നിൽക്കാന്ന് പറഞ്ഞു. അമ്മേനെ വിട്ടു പോരാനും തോന്നുന്നില്ല. ബോംബരങ്ങളാണെങ്കിലും നല്ലൊരു നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഒരാൾക്കും ഒന്നും എന്താ പറയാ, വേറെ ഒന്നും പറയാൻ, അതായത് സ്നേഹമല്ലാതെ അമ്മേനെയും അങ്കിളിനെയും കുറിച്ചിട്ട് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ. അപ്പൊ അമ്മ അർഹിക്കുന്ന ഒരു ഉന്നതങ്ങളിൽ തന്നെയാണ് അമ്മ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ല. ഇതൊക്കെയാണ് പറയാ കർമ്മഫലം എന്ന്. അമ്മ നല്ല കർമ്മങ്ങളെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ വരണം. എന്തായാലും അമ്മയുടെ ഈ എല്ലാ ഉയർച്ചകളിലും ഞാൻ എന്താ പറയാ കൈകൂപ്പി നമസ്കരിക്കുകയാണ്. അമ്മ അത്രയും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഇന്നത്തെ കാലത്ത് ചില ആൾക്കാർ ഏജ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ പൊതുവെ 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ തള്ള വൈബ് എന്നല്ലേ ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും പറയുക. കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, ആരും പൊങ്കാലിടരുത്. പക്ഷെ അമ്മയുടെ ഒരു ഏജ് വെച്ചിട്ടാണെങ്കിലും ശരിക്കും നല്ല ഇപ്പോഴത്തെയൊക്കെ പിള്ളേർക്കും, ഏത് പിള്ളേർക്കും, അന്നത്തെ കാലത്തെ ആൾക്കാർക്കും ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് വരെ, ഇപ്പൊ എന്റെ മോളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. എന്റെ മോള് പറയും അയ്യോ എനിക്ക് ഇങ്ങനത്തെ മുത്തശ്ശീനെ വേണമെന്ന്. മുത്തശ്ശീന്ന് അവള് വിളിക്കാണ് അങ്ങനെ പറയണത്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു ദിവസം നൽകിയ ഭഗവാനോടും ഞാൻ നന്ദി പറയാണ്. അപ്പൊ ശരി.